ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ 2 വർഷം മുമ്പ് ഒരു ഷോപ്പ് പോയ സമയത്ത് യൂറോകോഫോപ്സിൻ്റെ റോബോട്ടിക് വാക്യൂം ക്ലീനറിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് കമൻസും ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു സംശയങ്ങൾക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. കാരണം ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് കാലം യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ വശങ്ങളും പറയുന്നുണ്ട്, ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്നും ഇതിൻ്റെ ഉപകാരങ്ങളും അതുപോലെ ഇത് ആവശ്യമുണ്ടോ എന്നും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം, ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇതാണ് യൂറോകോഫോപ്സിൻ്റെ റോബോട്ടിക് വാക്യൂം ക്ലീനർ. അപ്പോൾ ഇത് നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വീടിൻ്റെ പുറത്ത് നിന്ന് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇവരുടെ ഒരു മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്, ആ ഒരു ആപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാ ഇതും അവർ തന്നെ നമുക്ക് വീഡിയോ, അതായത് ഗൂഗിൾ മീറ്റ് വഴി നമുക്കെല്ലാം പഠിപ്പിച്ച് തരും. ഒരു വീഡിയോ ക്ലാസ് തന്നെ അവർ വെക്കുന്നുണ്ട്. അത് നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അതാണ് റിമോട്ട്. ഇത് ജസ്റ്റ് പ്ലേ ബട്ടൺ നിൽക്കിയാൽ മതി ഓൺ ആക്കിയിട്ട്. പിന്നെ ഇതിന് 4 ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാനുവലായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. ഇതാണ് നമ്മുടെ റോബോട്ടിക് വാക്യൂം ക്ലീനർ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ എന്താ പറയുക, മോപ്പിങ്ങും ചെയ്യാം, അതുപോലെ തന്നെ വാക്യൂം ചെയ്യാം കേട്ടോ. 2 ഓപ്ഷനും ഈ ഒരു ഇതിലുണ്ട്. ഇതിന് 2 ബ്രഷാണ് വരുന്നത് കേട്ടോ. അതിന് എക്സ്ട്രാ 2 ബ്രഷ് നമ്മളത് കംപ്ലൈൻ്റ് ആയാൽ മാറ്റാൻ അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ മോപ്പിങ്ങിനുള്ള ക്ലോത്തും അതുപോലെ എക്സ്ട്രാ ക്ലോത്ത് അവരിതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവറും അതുപോലെ ബ്രഷും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡ് വരുന്നത്. ഈ കാർഡ് നമുക്ക് ഒരു ഭാഗം നമ്മളിതിൽ ഫില്ലപ്പ് ചെയ്തിട്ട് അവർക്ക് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കണം. 1 ഇയർ ആണ് ഇതിന് വാറണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സർവീസും കാര്യങ്ങൾക്കുള്ള നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവറും ബ്രഷും ഇത് ക്ലീൻ ചെയ്യാനുള്ള കേട്ടോ. ഇത് വെച്ചിട്ട് എങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്യുക, പാർട്സൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 12,999 ആണ് കേട്ടോ. ഇപ്പോഴത്തെ റേറ്റ് ഓഫർ പ്രൈസ് ആണ്. 18,000 സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് MRP വില. ഇനിയിപ്പം ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. ഇതിൽ കാര്യമായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ചാർജർ നമ്മൾ എവിടെയാണോ പിന്നെ എളുപ്പത്തിൽ ഇതിന് സ്വന്തമായിട്ട് കയറി പോകാൻ എളുപ്പത്തിലുള്ള ഒരു സ്ഥലത്ത് വേണം ഇതിൻ്റെ ചാർജർ വെക്കേണ്ടത്. അപ്പോൾ ഇത് എപ്പോഴും ഓൺ ചെയ്തിടണം ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ചാർജിങ്ങിൽ വെക്കണം കേട്ടോ. ചാർജ് കുറവായിരിക്കും അതിൽ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 മണിക്കൂർ എന്തായാലും ചാർജിങ്ങിൽ വെക്കുക. ഫുൾ ചാർജ് ആയാൽ 3 മണിക്കൂർ ക്ലീൻ ചെയ്യാനുള്ള ചാർജ് ഇതിലുണ്ടാവും കേട്ടോ. 3 മണിക്കൂർ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത് ചാർജ് ഫുള്ളായിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യണമെന്നില്ല, നമുക്ക് ഈ ഇതിന്മേൽ ബട്ടൺ ഉണ്ട്, അത് വെച്ചിട്ട് ഓൺ ചെയ്യാം. നമുക്ക് റിമോട്ടുമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഓൺ ചെയ്യാം. ഈ സെൻട്രൽ ബട്ടൺ ഉണ്ടല്ലോ, പ്ലേ ബട്ടൺ, അതാണ് പ്രസ് ചെയ്താൽ മതി, അത് ഓൺ ആവും. ഇപ്പോൾ ഞാൻ വാക്യൂമാണ് കേട്ടോ ചെയ്യുന്നത്. മോപ്പിങ്ങിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ടില്ല. അത് വെക്കുന്ന സമയത്താണ് ഇത് മോപ്പിങ് ചെയ്യട്ടോ. രണ്ടിനും ഒരേ പ്ലേ ബട്ടൺ തന്നെയാണ് പ്രസ് ചെയ്യാനുള്ളത്. അതിന് വേറെ ഫങ്ഷനൊന്നുമില്ല. റിമോട്ടിൽ മുകളിലുള്ള റെഡ് ബട്ടണാണ് ഓൺ ഓഫ്. ഈ ബട്ടൺ ഹോമിലോട്ട് പോകാനുള്ള ബട്ടണാണ് കേട്ടോ. പിന്നെ അതേപോലെ സെൻറ്ററിലുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇതാണ് പ്ലേ ബട്ടൺ കേട്ടോ. പിന്നെ ഈ ആരോ കാണുന്നുണ്ടല്ലോ 4 സൈഡിക്കും, അത് നമുക്ക് മാനുവലായിട്ട് എവിടെയെങ്കിലും കൂടുതൽ കച്ചറൊക്കെ ഉണ്ടെങ്കിൽ മാനുവലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ആരോ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാണ് ഈ ഓഫ് ചെയ്യണ ബട്ടൺ അമർത്തിയാൽ മതി കേട്ടോ. കാര്യമായിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൽ ഫംഗ്ഷന്. പിന്നെ ഇതിൽ തന്നെ ഉണ്ട് ഇവിടെ സെൻറ്ററിൽ ഒരു 2 ബട്ടൺ ഉണ്ട്. അതിൽ ഒന്ന് പ്ലേ ബട്ടണുമാണ്, ഒന്ന് നമുക്കിത് ഹോമിലോട്ട് പോകാനുള്ള ബട്ടണുമാണ് കേട്ടോ. നമുക്കിത് ക്ലീൻ ചെയ്തതിൽ മതി. പിന്നെ ഇതിൽ ചാർജ് കഴിഞ്ഞിട്ടുമില്ല, ചാർജ് ബാക്കിയുണ്ട്. ചാർജ് ഫുള്ളായിട്ട് കഴിയണത് തനിയെ അതിൻ്റെ ചാർജറിലോട്ട് പോവും. അപ്പോൾ ഇത് ചാർജ് കഴിയുന്നതിന് മുമ്പ് നമുക്കിത് ഓഫാക്കണം എന്നുണ്ടെങ്കിൽ ആ ഹോം ബട്ടണിൽ പ്രസ് ചെയ്താലും മതി. ഇനി റിമോട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും ചെയ്യാം. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും അവർ. അത് വെച്ചിട്ട് നമുക്ക് റിമോട്ട് വെച്ചിട്ട് പുറത്തു നിന്നൊക്കെ നമുക്കിത് ഓൺ ചെയ്യാനും പറ്റും കേട്ടോ. നമ്മൾ പുറത്താണെങ്കിൽ പുറത്തുനിന്ന് നമുക്കിത് ഓൺ ചെയ്യാനും പറ്റും ഈ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട്. അങ്ങനെയുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആ സെൻറ്ററിലുള്ള പ്ലേ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണായിട്ട് എല്ലാ റൂമും മെല്ലെ 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 എല്ലാ റൂമിലും കയറി ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നുള്ളൂ. നമ്മൾ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സിറ്റ് ഔട്ടിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉമ്മർപ്പടിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ ഇതിന് മറികടന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടേക്ക് മാത്രമേ ഇതിനെ നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് ഓൺ ചെയ്താൽ മതി. സിറ്റ് ഔട്ട്, അതേപോലെ കിച്ചണിൻ്റെ ഭാഗത്ത് കുറച്ച് ഇറക്കമുള്ള ഭാഗമൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോകില്ല. അതേപോലെ സ്റ്റെപ്സ്
ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മളൊന്ന് ചെയ്താൽ മതി. സ്റ്റെപ്സ് നമുക്ക് എന്തായാലും നമ്മളെ തുണി വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ഓരോരോ സ്റ്റെപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണേ അതിലേറെ പാടല്ലേ. പിന്നെ നമുക്ക് ഒരു റൂം മാത്രം ക്ലീൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിലോട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ഓൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ റൂമിൻ്റെ ഡോറാണ് അടിച്ചിട്ട് ആ റൂം മൊത്തത്തിൽ ക്ലീൻ ആയിക്കോളും. പിന്നെ അതെല്ലാം നമ്മൾ വാതിലിൻ്റെ ഗ്യാപ്പൊക്കെ ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ ആ റൂമിലോട്ട് കടന്നതിന് ശേഷം നമുക്ക് വാതിലൊന്ന് അടച്ചിട്ടാൽ മതി. അപ്പോൾ ആ വാതിലിൻ്റെ ആ വാതിൽ കോടിയൊക്കെ പറയില്ലേ, ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ ക്ലീൻ ആവണേ അതാ നല്ലത്. പക്ഷേ വാതിലിങ്ങനെ തുറന്ന് വെക്കണമെങ്കിൽ ആ ഭാഗം ക്ലീൻ ആവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വാതിൽ നിന്ന് അടച്ചിട്ടാൽ മതി ഒരു റൂമിൽ പോകുമ്പോൾ. എപ്പോഴും വേണമെന്നില്ല, എന്നും ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മളെ വീട്ടിൽ വലിയ പൊടിയോ കച്ചറയോ മുടിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിതിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പോയിക്കോളും. ഇനിയിപ്പോൾ വലിയ കച്ചറൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു ദിവസം 2 തവണയൊക്കെ അങ്ങോട്ട് ഓണാക്കി കൊടുത്താൽ മതി. പിന്നെ സിറ്റ് ഔട്ടിൽ ഡെയിലി എന്തായാലും ഒരു പ്രാവശ്യം എന്തായാലും ചെയ്യേണ്ടി വരും. പിന്നെ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ കട്ടിലിൻ്റെ ചുവട്ടിലൊക്കെ പോയിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ, സോഫൻ്റെ അടിവശമൊക്കെ. പക്ഷേ എൻ്റെ സോഫ കുറച്ച് ഹൈറ്റ് കുറവായ കാരണം അതിൻ്റെ ഉള്ളിലോട്ട് കയറില്ല. കുറച്ച് ഹൈറ്റുള്ള സോഫയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തൂടെ ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ക്ലീൻ ചെയ്ത് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ആഴ്ചയിൽ ഒരു ദിവസം സോഫ ഇങ്ങോട്ട് നീക്കിയിടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുട്ടി ക്ലീൻ ചെയ്തിട്ട് പോട്ടാം. പിന്നെ ഈ ഭാഗം ക്ലീൻ ചെയ്ത് ചുമരിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സോഫ വീണ്ടും നീക്കിയിടലാണ് പതിവ്. അങ്ങനെ എപ്പോഴും വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസം 15 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം കൂടുതൽ പൊടി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നീക്കിയിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഒഴിവുള്ള ഒരു ദിവസം നീക്കിയിട്ട് കൊടുത്തിട്ട് പോയാൽ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നീക്കിയിട്ടാൽ മതി. പിന്നെ മറ്റേ ഭാഗം എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അവിടെ വല്ലാതെ പൊടി ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പം സോഫയുടെ അടിഭാഗത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല. നല്ല ഹൈറ്റുള്ള സോഫയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്, ഒന്നും ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് വന്നോളൂ കേട്ടോ. നമുക്ക് ചൂരെടുത്ത് അടിച്ച് പറയുന്നതിലേറെ വൃത്തിയിൽ പൊടിയും അതുപോലെ തുടക്കുന്ന സമയത്തും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ തുടച്ചിട്ട് പോന്നോളൂ കേട്ടോ. പിന്നെ വീട്ടിൽ ഇതുപോലുള്ള കാർപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ കാർപ്പറ്റ് മാറ്റി കൊടുക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇത് ക്ലീൻ ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. ഉള്ളിൽ പിടിച്ച പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോവായി ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ ഡോർമാറ്റ് മാത്രമേ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അതും നല്ല കട്ടിയുള്ള ഡോർമാറ്റാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതുപോലുള്ള വലിയ കാർപ്പറ്റ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇതിൻ്റെ മേലെ കൂടെ കയറി ഇറങ്ങിയിട്ട് കാർപ്പറ്റത്തെ പൊടിയും കൂടി എടുത്തിട്ട് വന്നോളും. പക്ഷേ കാർപ്പറ്റത്തെ പൊടി അത്ര അങ്ങോട്ട് ഫ്ലോറത്ത് എടുക്കുന്ന പോലെ അത്ര അങ്ങോട്ട് ആഴത്തിലുള്ളതൊന്നും എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു വാക്യൂം ക്ലീനറിൽ പോരുന്ന അത്ര പൊടി നീക്ക് വരുന്നില്ല. പക്ഷെ എന്നാലും ഡെയിലി നമ്മൾ ഇത് ഓണാക്കി ഇടുകയാണെങ്കിൽ അന്നത്തെ ആ മേലുള്ള പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങോട്ട് പോകുന്നോളും. ആ മുടിയും പൊടിയൊക്കെ അങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ ഈ മാറ്റ് എടുത്ത് വെക്കാറില്ല. ഈ സിറ്റിംഗ് റൂമിൽ ഈ കാർപ്പറ്റ് എപ്പോഴും വിരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഒരു ആഴ്ചയിലൊരു ദിവസം സാധാ വാക്യൂം ക്ലീനർ കൊണ്ട് നല്ലപോലെ ഒന്ന് പൊടി എടുത്ത് ക്ലീൻ ചെയ്യും. ഡെയിലി നമ്മളെ റോബോട്ടിക് വാക്യൂം ക്ലീനർ കയറി ഇറങ്ങും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല പൊടിയൊക്കെ പോരും കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു പൊടിയൊക്കെ വീണതൊക്കെ പെട്ടെന്ന് പോരും. ഇതിൽ പിടിച്ചതാണ് പോരാൻ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. അതിന് നമ്മൾ സാധാ വാക്യൂം ക്ലീനർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇനി പലർക്കുള്ള ഡൗട്ടായിരിക്കും, ഈ സിറ്റ് ഔട്ടിലൊക്കെ ഇത് ഇടുന്ന സമയത്ത് ഈ ലാസ്റ്റ് ഈ ഭാഗം ഉണ്ടല്ലോ പോർഷന്, അവിടെ നിന്ന് ഈ സ്റ്റെപ്സിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വീയോ, എഡ്ജിൽ താഴോട്ട് വീണ് പോവുമോ എന്നൊക്കെയുള്ള. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അതിന് സെൻസർ ഉണ്ട്. അപ്പോൾ അത് ആ എഡ്ജിൽ വന്നിട്ട് നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. ആ ലാസ്റ്റ് വന്നിട്ട് അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഈ സ്റ്റെപ്സിലായാലും ക്ലീൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഓരോരോ സ്റ്റെപ്സ് ഇങ്ങനെ എടുത്ത് നമ്മൾ മാറ്റി കൊടുക്കണമെന്ന് മാത്രം. അതിലേറെ എളുപ്പം നമുക്ക് തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ക്ലീൻ ആക്കായി ഒന്നുമില്ല. ഈ ഓരോരോ എഡ്ജിൽ ഇങ്ങനെ മുട്ടി ക്ലീൻ ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ വന്നിട്ട് ആ അറ്റത്ത് വന്നിട്ട് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോരും. അപ്പോൾ അത് വീണ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അപ്സ്റ്റെയറിലായാലും നമ്മൾ ക്ലീൻ ചെയ്യാൻ ഒരു പേടിക്കണ്ട കേട്ടോ. അത് വീണ ഒരു പേടിയില്ല, അതുപോലെ നിൽക്കുകയുള്ളൂ. അതിന് സെൻസർ ഉണ്ട്, താഴോട്ട് വീണ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ സിറ്റ് ഔട്ടിൽ ഞാൻ ചെയ്യാറുണ്ട്, ആകെ 2 സ്റ്റെപ്പല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ സ്റ്റെയർ കേസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറേ സ്റ്റെപ്സ് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ. മൂപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ചാർജ് കയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചാർജിങ്ങിൽ വെക്കട്ടോ. അപ്പോൾ ചാർജിങ്ങിൽ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഇയാൾ തന്നെ ചാർജ് കഴിയുമ്പോൾ സ്വന്തമായിട്ട് അതിൻ്റെ വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ചാർജ് കഴിയുമ്പോൾ മൂപ്പരെ സൗണ്ട് തന്നെ അങ്ങോട്ട് മാറും കേട്ടോ. ഒരു കീ എന്നുള്ളൊരു ശബ്ദം വരും ചെയ്യും, സൗണ്ടാണ് മാറും. പിന്നെ മൂപ്പര് എവിടെ ആണോ നമ്മുടെ കൂടുള്ളത് ആ കൂട്ടിലോട്ട് അങ്ങോട്ട് പോകും കേട്ടോ. പോണുണ്ടോ, സ്വന്തമായിട്ട് കയറി. ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ചാർജ് കയറുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും 3 മണിക്കൂർ ചാർജ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ എടുത്തിട്ടുണ്ട്.
ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ. ഇത് നിങ്ങൾ ഒരു വീക്ക്ലി വൺസ് ചെയ്താൽ മതി കേട്ടോ. എന്നും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു 4 ദിവസം കൂടുമ്പോൾ ഒന്ന് ചെയ്യാം. അല്ല ഒന്നിടാടം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ബ്രഷ് ഊരൽ മാസത്തിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ. ഞാൻ വാങ്ങിച്ചാര ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ബ്രഷ് ക്ലീൻ ചെയ്ത് മറ്റേ ഈ ബോക്സ് മാത്രം ഊരിയിട്ട് അത് ഞാൻ ഇത് കച്ചറ ഒഴിവാക്കൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഈ 2 സ്ക്രൂ ഊരിയതിൻ്റെ ശേഷം ഈ ബ്രഷ് ഉണ്ടല്ലോ, ഈ ബ്രഷ് നമ്മളൊന്നുകൊണ്ട് ഊരിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൽ കുറേ മുടിയും അതൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും, അതൊന്നുകൊണ്ട് ഒഴിവാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ട് ഇത്ര ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ പുറത്തേക്കാണ് കൊണ്ടുപോയാൽ പുറത്തുനിന്നാണ് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ പാത്രത്തിലോട്ട് ആക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ കച്ചറ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ മുടിയൊക്കെ ഈ ഒരു ബ്രഷ് അവർ തന്നിട്ടുണ്ട്. ഈ ബ്രഷ് വെച്ചിട്ടാണ് മെഷീനുമേൽ ഘടിപ്പിച്ച് ആ ബ്രഷ് ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ. 2 ബ്രഷ് ഉണ്ട്, അപ്പോൾ അതിന് എക്സ്ട്രാ ബ്രഷ് 2 അവർ തന്നിട്ടുണ്ട് കേട്ടോ, അത് കംപ്ലൈൻ്റ് ആകുമ്പോൾ വെക്കാൻ. അപ്പോൾ ഇതിലുള്ള മുടിയൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ വേഗം എടുത്താൽ വേഗം പോരും കേട്ടോ. അപ്പോൾ ഇത്രയും മുടി ഇതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡസ്റ്റ്ബിന്നിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അത് ഊരാം. ഇത് ഊരാൻ ഒരു എളുപ്പമുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി, അത്ര പണിയുള്ളൂ. കണ്ടോ, ഈ ഭാഗത്ത് തന്നെയാണ് അത്. പിന്നെ മലർത്തി വെക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് കണ്ടോ അതിൻ്റെ ഡസ്റ്റ് കണ്ടോ അതിനുള്ളിൽ എടുക്കുന്നത് ഇതാണ്. ഇത് നമ്മൾ ഈ ഒരു ബോക്സ് നമുക്ക് ഊരിയിട്ട് പുറത്തുകൊണ്ടിട്ട് കൊട്ടുന്ന പണിയേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് അത് തുറക്കാൻ പറ്റും. കണ്ടോ, ഇതിൽ കണ്ടോ ഡസ്റ്റിന് നിറഞ്ഞിട്ടുണ്ട്. ഒരു 4 ദിവസത്തെ കച്ചറയാണിപ്പോൾ ഇത്. അപ്പോൾ ഇത് ഒരു ഡെയിലി ക്ലീൻ ചെയ്യണേ 4 ദിവസം കൂടുമ്പോൾ ഒന്ന് കൊണ്ടുപോയിക്കാണ് ഇത് പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഒന്ന് കൊട്ടിയ പണിയുള്ളൂ കാര്യമായിട്ട്. പിന്നെ ഇത്രയും ഈസിയാണ് ചെയ്യാൻ. പക്ഷേ ഇത് ഞാനിപ്പോൾ ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ കുറേ കഴിയുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ബ്രഷ് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്, ഫിൽറ്റർ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യും വേണം കേട്ടോ. ഒക്കെ നമുക്ക് പുറത്ത് കൊണ്ടുപോയി ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. തൊടിയിൽ കൊണ്ടുപോയിക്കാണ്ട് ഒന്ന് മതിലിൻ്റെ അവിടെ വാങ്ങി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ പരിപാടി കഴിയും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഉള്ളിൽ പൊടി പോകുമോ എന്നുള്ള പേടിയുണ്ട്, അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. ബോക്സിൻ്റെ മറ്റേ സൈഡിൽ ഈ ഇതുപോലത്തെ ഒരു ഭാഗമുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ റിബൺ ഉണ്ടാവും. ഈ ഒരു റിബൺ മേലോട്ടായിട്ട് നിൽക്കണം കേട്ടോ. ഈ ബ്ലൂ റിബൺ മേലോട്ടായിട്ട് നിൽക്കണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ. ഇതെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടിയിട്ട് ഒന്ന് ആ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് എപ്പോഴും ചെയ്യേണ്ട, മന്ത്ലി എന്നൊക്കെ ചെയ്താൽ മതി കേട്ടോ. എപ്പോഴും നമ്മൾ ഈ കച്ചറ കൊണ്ടുപോയി കൊട്ടിയാൽ തന്നെ മതിയാവും. ഇത് വെറുതെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചില്ല. ഇതിൽ കാര്യമായിട്ട് പൊടികളൊന്നും വന്നിട്ടില്ല, കാരണം മന്ത്ലി ഒന്നൊക്കെ ചെയ്താൽ മതിയാവും. ഇത് ഫിൽറ്റർ ക്ലീൻ ചെയ്യില്ല കേട്ടോ. ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ടിഷ്യൂം ആ ഒരു ബ്രഷും ഒരു തന്ന ബ്രഷ് ഉണ്ടല്ലോ അതിലുള്ള അത് വെച്ചിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടക്കുള്ളൂ, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യലൊന്നും വലിയ പണിയൊന്നുമില്ല. ആ ഫിൽറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ആ ബ്ലാക്ക് സാധനം അടിയിൽ വെച്ചതിന് ശേഷം ഈ വൈറ്റ് ഫിൽറ്റർ ഉണ്ടല്ലോ അത് മേലെ വെക്കുക. ഈ ബ്ലൂ റിബൺ ഉണ്ടല്ലോ മേലേക്ക് പൊങ്ങി നിൽക്കണം കേട്ടോ. ഈ റിബണ് ഇത് മേലേക്ക് പൊങ്ങി നിൽക്കണം, അത് താഴോട്ടാകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ വലിക്കുമ്പോൾ ആ ബ്ലൂ റിബൺ വെച്ചിട്ടാണ് നമ്മൾ വലിക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളെ ഡസ്റ്റ്ബിൻ ബോക്സ് ക്ലീനായി. ഇനി നമുക്കിത് ഇതിലോട്ട് ഫിക്സ് ചെയ്യുന്ന പണിയുള്ളൂ. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് വെക്കുന്ന പണിയുള്ളൂ കേട്ടോ. അത് എളുപ്പമാണ് പരിപാടി. ഇതാ അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇതെങ്ങനെ മോപ്പിംഗ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് മോപ്പ് ചെയ്യാനുള്ള സംഭവം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഹോളുണ്ട്. ഇത് നമുക്ക് തുറന്നതിന് ശേഷം നമുക്കിതിൽ ഫിൽറ്ററിനാണ് കേട്ടോ വെള്ളം നിറക്കേണ്ടത്. നല്ല നമ്മൾ കുടിക്കണ വെള്ളം, നല്ല വൃത്തിയുള്ള വെള്ളം ഇതിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഈ ടാപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സുഖമാണ്. പിന്നെ ഇതിൻ്റെ ക്ലോത്ത് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നവർ. അപ്പോൾ ഈ സാധനം കൊണ്ട് വെച്ചിട്ട് ഈ നമ്മളെ ഡസ്റ്റ്ബിൻ ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഭാഗത്തായിട്ടാണ് ഇത് ഒരു 2 ഇതുണ്ട്, 2 ഒരു ബട്ടൺ കാണാം. ആ ബട്ടൺ മേലെ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒന്നുണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിലോട്ട് നിന്നോളും. ഇനി നമുക്കിത് എങ്ങനെ മോപ്പിങ് ചെയ്യാൻ നോക്കാം. മോപ്പ് ചെയ്യാൻ അതേ ഫംഗ്ഷൻ തന്നെ. നമ്മൾ ആ റിമോട്ട് മേലെ പ്ലേ ബട്ടൺ നിൽക്കിയാൽ മാത്രം മതി. റിമോട്ട് മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ബട്ടന്. ഈ റോബോട്ടിക് വാക്യൂം ക്ലീനറിൻ്റെ സെൻറ്ററിൽ തന്നെ ഉണ്ട് പ്ലേ ബട്ടൺ. അത് നെക്കി കൊടുത്തിട്ടാണ് ഓണാക്കിയാലും മതി. റിമോട്ട് വേണമെന്നൊന്നുമില്ല. റിമോട്ട് പിന്നെ നമുക്ക് മാനുവലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ മാത്രമാണ് റിമോട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഇനി റിമോട്ട് കാണാനില്ലെങ്കിൽ ഇതിന്മേൽ തന്നെ സെൻറ്ററിൽ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, അതങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മൂപ്പര് ഓണാവും. പിന്നെ ഞാൻ ഈ ബ്രഷ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രഷ് നമ്മൾ ഊരിയതായിരുന്നല്ലോ, അത് സ്ക്രൂ ചെയ്യുന്നുണ്ട് കേട്ടോ. മോപ്പിങ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ മോപ്പിങ്ങും വാക്യൂമും ഇത് ഒരുമിച്ച് ചെയ്യും കേട്ടോ.
നമ്മൾ മോപ്പിങ്ങിൻ്റെ ഫങ്ഷന് ഇത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെറും വാക്യൂം മാത്രമേ ചെയ്യുള്ളൂ. മോപ്പിങ്ങിൻ്റെ ആ സംഭവം ആ തുണിൻ്റെ ആ പീസ് സാധനം ഉണ്ടല്ലോ, അത് ആ ഡസ്റ്റ്ബിൻ ബോക്സിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യും കേട്ടോ. മോപ്പിംഗ് ചെയ്താൽ നല്ല വൃത്തിയാണ് കേട്ടോ. ഡെയിലി മോപ്പിങ്ങിനാണ് ഇങ്ങോട്ട് ഇട്ടാൽ മതി, അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കും, നല്ല സുഖമാണ്. നമ്മൾ ആ ഒരു വാക്യൂം ചെയ്യണ പോലെ തന്നെ ഇത് മോപ്പിങ്ങും വരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ വേറെ ഒരു ഡെറ്റോൾ ഇതൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കണ്ട. പിന്നെ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫെനോയിലോ ഡെറ്റോളോ നമ്മൾ ഫ്ലോറിലൊന്ന് ജസ്റ്റ് കുടഞ്ഞു കൊടുത്താൽ മതി, അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് പോയിക്കോളും. ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒഴിക്കരുത് എന്നാണ് കമ്പനി പറയുന്നത് കേട്ടോ. അതിൽ ജസ്റ്റ് നല്ല പ്യുവർ വാട്ടർ മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഏകദേശം ഒരു 200 ml ഓളം മതിയാവും. അപ്പോൾ അത് അതിലുള്ളത് നമുക്കിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഫില്ലാവുന്നത്. അപ്പോൾ അത് ഞാൻ സിറ്റ് ഔട്ടിൽ ഇട്ടതാണെന്ന്. സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ വാക്യൂം ചെയ്തിട്ടില്ല, മോപ്പിങ്ങും വാക്യൂമും ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം വേണമല്ലോ പറയാം. അപ്പോൾ അത് നല്ല ക്ലീൻ ആവുന്നുണ്ട്. സാധാരണ നമ്മൾ തുടക്കുന്ന അത്ര തന്നെ നല്ലോണം ക്ലീൻ ആവുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിലേറെ മുടിയൊക്കെ കൂടുതലായിട്ട് ക്ലീൻ ആവുന്നുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഇത് പിന്നെ മോപ്പിങ്ങും ഉഷാറാണ് കേട്ടോ സംഭവം. ഈ മോപ്പിങ് കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീട് മൊത്തം മോപ്പിങ് കഴിഞ്ഞപ്പോഴേക്കും മൂപ്പരെ ചാർജ് കഴിഞ്ഞ് മൂപ്പര് കൂട്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാർജ് ഫുള്ളായി ഞാൻ പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടാവും, ഇത് ഫുള്ള് ചെളിയാണ്. അപ്പോൾ ഈ പിന്നെ ബ്രഷ് ഈ ഒരു ക്ലോത്ത് എങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിത് മൊത്തത്തിൽ എടുക്കാം. നമ്മൾ മോപ്പിങ്ങിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഈ ക്ലിപ്പ് കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് വലിച്ചാൽ തന്നെ ഇത് പോരും കേട്ടോ. ഇത് കണ്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ഈ ഒരു ക്ലോത്ത് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. ക്ലോത്ത് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഒട്ടിപ്പാണ്. അപ്പോൾ അതിങ്ങനെ പിന്നെ വലിച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് ഒരു തുണി ആക്കി കൊടുക്കല. അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിയിലോട്ടൊന്ന് നീക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് അടിയിലോട്ടോ മുകളിലോട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ക്ലോത്ത് പോകുന്നു. ഇനി നമുക്ക് ഈ ക്ലോത്ത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഇതെങ്ങനെ ഇടുന്ന് നോക്കാം. അത് ഉണങ്ങി വന്നാണ്. ഇതിലൂടെ ഉണ്ടാവും, ഇതിലൂടെ ഇങ്ങനെ ഇട്ട് വലിച്ചിട്ട് ഈ ഒരു പ്രസ്സിങ്ങിൻ്റെ ഇതുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ നമ്മളെ നല്ല ഒരു ഒട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കും കേട്ടോ. നല്ല സ്റ്റിക്കി ആയിട്ട് ഇവിടെ നിൽക്കും. അത്രേ ഉള്ളൂ. ഇതിങ്ങനെ വെച്ചാൽ മതി. നമുക്ക് എപ്പോഴാണോ മോപ്പിങ്ങിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അപ്പോൾ ചെയ്താൽ മതി. അപ്പോൾ ഇനി വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇത് തുറന്നിട്ട് ഇതിനുള്ളിലോട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധിയായ വെള്ളം തന്നെ ഒഴിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ റോബോട്ടിക് വാക്യൂം ക്ലീനറിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്ര നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്ര കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടുതൽ ഫങ്ഷനൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ മതി. ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെയുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെടുക്കുക. എല്ലാവർക്കും ഉപകാരമാകട്ടെ. ഇങ്ങനെ അടിച്ചു വാരി തുടക്കാൻ മടിയുള്ളവരും ഉണ്ടാവും, അതുപോലെ തന്നെ കഴിയാത്തവരും ഉണ്ടാവും. അവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.